ഗുഡ് ഈവനിങ് എവരിവൺ. മിറാലെക്സ് അക്കാഡമി സംഘടിപ്പിക്കുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ പെരുമാറ്റ മാറ്റങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുന്നു, ചിലപ്പോൾ അമിതമായ ഉത്കണ്ഠ അനുഭവിക്കുന്നു, ചിലപ്പോൾ ബന്ധങ്ങളിൽ അകലം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? അവയെ എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാം? ഇന്ന് നാം ഒരുമിച്ച് അന്വേഷിക്കാൻ പോകുന്നത് അത്യന്തം പ്രസക്തമായ ഒരു വിഷയമാണ്. കോമൺ ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. വികാരങ്ങളിലെ മാറ്റങ്ങൾ, സമ്മർദ്ദവും ഉത്കണ്ഠയും, ബന്ധങ്ങളും ആശയവിനിമയവും, മനസ്സമാധാനവും വ്യക്തിവികസനവും ഉൾപ്പെടെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമ്മുടെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നത് ബോബി ജേക്കബ് സാറാണ്. ഫാർമസിസ്റ്റും സൈക്കോളജി എന്തോസിയാസിസ്റ്റ് ആൻഡ് സ്പിരിച്വൽ കൗൺസിലർ ആയിട്ടുള്ള സാറിനെ സ്നേഹത്തോടുകൂടി വെൽക്കം ചെയ്യുന്നു. വിലപ്പെട്ട ഈ സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സർ ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ? നമസ്കാരം. വീണ്ടും എന്റെ വോയിസ് ക്ലാരിറ്റി ഉണ്ടോ? എന്റെ വോയിസ് കേൾക്കാമോ? കേൾക്കാം സർ. ഹലോ, ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്തേലും സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഉറച്ച് പറയണം. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. മിറാലെക്സ് അക്കാഡമിയുടെ കെയർ ഓഫിലുള്ള ഈ ഒരു ബിഹേവിയറൽ ചേഞ്ചസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട മിസ് ഷജീല, ഹൈസം, പിന്നെ എന്നെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാഡം ഖദീജ, നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. മനസ്സിന്റെ വൈവിധ്യങ്ങളായ തലങ്ങൾ കണ്ടെത്താൻ, അതുവഴി മെച്ചമുള്ള ഒരു ജീവിത സാഹചര്യം നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അതിൽ നിന്ന് ഒരു പടി കൂടെ മെച്ചമായിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ, സെൽഫ് ഇംപ്രൂവ്മെന്റ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് വേഷങ്ങൾക്ക് അപ്പുറമുള്ള യഥാർത്ഥത്തിലുള്ള നമ്മൾ അല്ലെങ്കിൽ ഞാൻ എന്ന ടോപ്പിക്കായിരുന്നു. വേഷങ്ങൾക്കപ്പുറം ആരാണ് നമ്മളെന്ന് സ്വയം കണ്ടെത്താൻ ദിനംപ്രതിയുള്ള നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഒരു പടിയൂടെ ബെറ്റർ ആയി തീരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ബെറ്റർ ആയി തീരുമ്പോൾ അതിലൂടെ ഒരു വെളിച്ചം നമ്മളെ സമീപിക്കുന്നവർക്ക് നമ്മളിലൂടെ പകർന്നു കൊടുക്കാനായിട്ട് കഴിയുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതിൽ നിന്ന് നമുക്കുള്ള ബെനിഫിറ്റ് നമ്മളിലൂടെ മറ്റൊരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കൂടെ ഹീൽ ചെയ്യപ്പെടുക, മെച്ചമാക്കിയെടുക്കുക, അവർക്ക് ഇന്നർ പീസും ഗ്രോത്തും. ഇതിവിടെ തന്നെ നമ്മുടെ ഈ അക്കാഡമിയുടെ പ്രിന്റഡ് മാറ്ററിനകത്ത് എഴുതിയിട്ടുണ്ട്, ഹിഡൻ മിറക്കിൾസ് ബ്രോട്ട് ടു എക്സലൻസ്. വായിച്ചിട്ടുണ്ടാവും. രഹസ്യമായി ഹൃദയത്തിലും മനസ്സിലും അടിയറയിലും ഒക്കെ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അത്ഭുതങ്ങൾ കണ്ടെത്താൻ നമ്മൾ നമ്മളിലേക്ക് തിരിയുന്ന ഒരു പ്രക്രിയയാണ് ഈ എന്നിലെ എന്നെ തന്നെ വീണ്ടും കണ്ടെത്താൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ സ്വയം കണ്ടെത്തി കഴിയുമ്പോഴാണ് നമ്മളിലെ വെളിച്ചം വേറൊരാൾക്ക് ചെറിയൊരു പ്രകാശമായി തീരുന്നത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ഈ പറയുന്നത് കേൾക്കാമോ? വീണ്ടും കേൾക്കാമോ? കാരണം നെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ പലർക്കും ഉണ്ടാവുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ പിന്നെ അത് ചോദിക്കുന്നത്. റെസ്പോണ്ട് ചെയ്യാൻ കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ അതിനകത്ത് പറയും ഹിഡൻ മിറക്കിൾസ്. എത്ര സ്പീഡിൽ പോയി എന്നുള്ളതല്ല, വളരെ സാവകാശം ആലോചിച്ച് നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലും മനസാക്ഷിയിലും മറഞ്ഞിരിക്കുന്ന നിധി ശേഖരം കണ്ടെത്തി നമ്മളെ തന്നെ ഒരു പടി കൂടെ ഇംപ്രൂവ് ആക്കുക എന്നുള്ള ഇതിലൂടെ
നമ്മളെ സമീപിക്കുന്ന മറ്റൊരാൾക്ക് അവന്റെ ഇരുട്ടിൽ അല്ലെങ്കിൽ അവളുടെ ഇരുട്ടിന് വെളിച്ചമായി കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഹയർ ലെവലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തന്നെ സൈക്കോളജിയിൽ ഇമ്പ്രൂവ് ആകും. ഇതിനകത്തെ 2-3 പിക്ചറുകൾ, ഡേ ടു ഡേ ലൈഫ് എന്നുള്ള ആ ഒരു ഹെഡിങ്ങിനകത്ത് 4 പിക്ചറുകളാണ്. അതിനകത്തെ ആദ്യത്തെ ഇമോഷണൽ ഷിഫ്റ്റും അവസാനത്തെ ഇന്നർ പീസ് ആൻഡ് ഗ്രോത്ത്, അതിലേക്കാണ് അല്പം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ സാഹചര്യം കൊണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് പല ക്ലാസ്സുകളിൽ വീണ്ടും 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 കേൾക്കുമ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സുകളിൽ ഇരിക്കാനുള്ള സമയമൊക്കെ കണ്ടെത്തി ഒരാളാണെങ്കിലും വരുമ്പോൾ ഒരു പോയിന്റ് നമ്മൾ റിവിഷനാണ് എപ്പോഴും ചെയ്യുന്നത്. റിവൈസ് ചെയ്യുമ്പോൾ എക്സാമിനേഷന് എന്ത് പറ്റും, അത്രത്തോളം ഗുണം കിട്ടും. വീണ്ടും വീണ്ടും പരീക്ഷയ്ക്ക് റിവൈസ് ചെയ്യുന്ന കുട്ടിക്കാണ് ഏത് ക്വസ്റ്റ്യനും ഭംഗിയായി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു റിവിഷൻ പ്രോസസ്സാണ് ഇതിലൂടെ ഒരു പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ സെൽഫ് ഗ്രോത്തിന്. അതിനകത്ത് ഞാൻ ട്രേസ് ചെയ്ത അല്ലെങ്കിൽ എന്നിലെ എന്നെ കണ്ടെത്താൻ ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ എന്നെ അട്രാക്ട് ചെയ്ത, എന്നെ ചിന്തിപ്പിച്ച ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിനകത്ത് മനുഷ്യർ എപ്പോഴും, സാധാരണ മനുഷ്യരും അല്ലാത്തവരും ഒക്കെ തന്നെ, ഇനി എത്ര കഴിവുള്ളവരാണ് എന്ന് പറയുന്നവരാണെങ്കിൽ പോലും അവർ ബുക്ക് അല്ലെങ്കിൽ പേപ്പർ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് റെക്കോർഡ് വരുമ്പോൾ അത് ഓർത്തിരിക്കുക. വി ആർ സെലക്ടബിൾ സിന്നേഴ്സ്. പാപികൾ എന്നുള്ള വാക്ക് അത് അപേക്ഷികമായിട്ട് വെക്കുക. തെറ്റുകാരൻ, കുറവുള്ളവരാണ് എന്നുള്ള നിലയിലെടുക്കാം. നമ്മൾ സെലക്റ്റീവാണ്. അതായത് എനിക്ക് കംഫോർട്ടബിൾ ആയ അല്ലെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു പാപം അല്ലെങ്കിൽ ഒരു തെറ്റ് മറ്റൊരാൾക്ക് ഓക്കെ അല്ല എന്ന് കരുതുക. അപ്പൊ എനിക്ക് കംഫോർട്ടബിൾ അല്ലാത്ത മറ്റൊരാളുടെ തെറ്റിനെ ഞാൻ വിധിച്ചുകൊണ്ട് എനിക്ക് സുഖകരമായ അല്ലെങ്കിൽ കംഫോർട്ടബിൾ ആയിരിക്കുന്ന ഒരു തെറ്റ് ഞാൻ ന്യായീകരിക്കുന്നതിനെയാണ് സെലക്റ്റീവ് സിന്നിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഒരു കുറവ് മറ്റൊരാൾക്ക് അത് നമ്മളെ ചിലപ്പോൾ ജഡ്ജ് ചെയ്യാനിടയാവും. പക്ഷെ നമ്മൾ അതിൽ കംഫോർട്ടബിൾ ആണ്. ഇപ്പൊ നുണ പറയുന്ന ഒരു സ്വഭാവം, വേറൊരാൾക്ക് പാര വെക്കുന്ന, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ പോവുകയാണെങ്കിൽ നമുക്കത് കംഫോർട്ടബിൾ ആണ്. പക്ഷെ വേറൊരാൾ അതേ സ്വഭാവം ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ വിധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ വിധി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്കും മുൻവിധിയില്ല. അത് തന്നെ സൈക്കോളജിയിൽ ഇടപെടുന്ന വ്യക്തികൾ നമ്മുടെ നേരെ വരുന്ന ഒരു കൗൺസിലിംഗ് കേസ് ആകാം, അല്ലെങ്കിൽ യാദൃശ്ചിക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ഒരു വ്യക്തിയാകാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആർക്കും നമ്മൾ മുൻവിധി ഇല്ലാതെ അവരെ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു മുൻവിധി ഒരിക്കലും നമുക്ക് പാടില്ല. എന്താണ്? വി ചൂസ് ദ സിൻസ് വി ആർ കംഫോർട്ടബിൾ വിത്ത്. നമ്മൾ കംഫോർട്ടബിൾ ആയിരിക്കുന്ന തെറ്റുകൾ, തെറ്റെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പാപം എന്നുള്ള വാക്ക് ആപേക്ഷികമായിട്ട് വെക്കുക. നമ്മൾ ഓക്കെയാണ്, നമുക്ക് കുഴപ്പമില്ല എന്നുള്ള തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കുകയും എന്നാൽ നമുക്ക് അംഗീകരിക്കാനാവാത്ത മറ്റൊരാളിന്റെ കുറവിനെ നമ്മൾ വിധിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, ഈ ഒരു സ്റ്റെപ്പിലേക്ക് മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വരുന്ന വ്യക്തികൾ മാറ്റിയെടുക്കണം. ഇത് കട്ടിയുള്ളതായി തീർന്നു ഈ ഭാഗം. ഞാൻ ഈ വിശദീകരിച്ച് പിടികിട്ടിയോ? മനസ്സിലാവുന്നു. പോയോ എല്ലാരും? ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞാൽ കുറച്ചും കൂടെ ലളിതമാവും. എനിക്ക് മറ്റൊരാളുടെയും കൂടെ പ്രതികരണം കേൾക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒത്തിരി പേര് ഹൈഡായി ഇരിപ്പുണ്ടല്ലോ. ഒരാളോടൊന്ന് പ്രതികരിച്ചേ. വളരെ എളുപ്പം എന്ന് പറയാം. അതായത് നമുക്ക് നമ്മൾ ഓക്കെ നമുക്ക് തോന്നുന്ന ഒരു തെറ്റ്, അതായത് ഇപ്പൊ നമ്മൾ എന്തോ പറയുന്നേ, പൈസ കടം വാങ്ങിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ ആർക്കും അത് വാങ്ങിക്കുന്ന ആ വേഗത ഒന്നും തിരിച്ചു കൊടുക്കാൻ നമ്മൾ കാണിക്കുന്നില്ല എന്ന് വെച്ചു. അത് നമ്മൾ ഈസി ആയിട്ട് എടുക്കുക. അതുള്ളപ്പോ കൊടുക്കും. അല്ലെന്നുണ്ടായാലും ഇപ്പൊ എന്തിനാ ചോദിക്കുന്നത്? പൈസയുടെ കാര്യം നാളെ വേണേ കൊടുക്കാം, അല്ലെ പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നിസ്സംഗമായിട്ട് എടുത്തിട്ട് വേറൊരാൾ വഴിയെ പോകുന്ന ഒരാളുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടെന്ന് വെച്ചു. അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, അടിക്കണം എന്ന് പറയുന്നതിനെയാണ് ഈ വിധിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഗൗനിക്കാതെ, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ നമ്മൾ വെറുത്തുകൊണ്ട് മാല പൊട്ടിച്ചോടിയ ആളിനെ ശിക്ഷിക്കുവാൻ നമ്മൾ കല്ലെറിയാൻ ശ്രമിക്കുന്ന ആ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആപേക്ഷികമായ തെറ്റുകാരാണ്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി സർ. അതായത് മനസ്സിലായെന്നങ്ങ് പറഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റിലോട്ട് പോകുന്നതും കൊണ്ട് പറഞ്ഞാണോ? പറഞ്ഞോളൂ. നിങ്ങളെ ആരും ഇപ്പൊ സ്ക്രീനിൽ വരുന്നില്ലല്ലോ, ശബ്ദത്തിലൂടെ ഉള്ളു. പറഞ്ഞോളൂ.
അതിലേക്ക് വീണ്ടും ഞാൻ വരാം. ഈ പോയിന്റ് മനസ്സിലായിട്ടില്ല എന്നാണോ ഈ പറയുന്നത്? ഇല്ലെങ്കിൽ അതൊന്നുകൂടെ വിശദീകരിച്ച് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രിപ്പയർ ചെയ്ത് വന്ന എല്ലാ ടോപ്പിക്കും അതുപോലെ പോയില്ലേലും ഒരു കാര്യം തന്നെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടെ പറയാം. മറ്റൊരു വ്യക്തിയെ അവരുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്ത ഒരു ഫീലുണ്ട്. എന്നെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഫീൽ, അല്ലെ നിങ്ങളെ കുറിച്ച് എനിക്ക് കിട്ടിയതായിട്ടുള്ള ഒരു ഫീല്, ഇത് എന്നും ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെക്കുറിച്ച് തോന്നിയ ഒരു അനുഭവമുണ്ട്. ഈ അനുഭവമാണ് ഞാൻ പറയുന്ന വാക്കുകളെക്കാൾ പ്രാധാന്യത്തിൽ നമ്മളെ ഓർത്തിരിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ബിഹേവിയർ, പെരുമാറ്റം, ചെറിയ റെസ്പോൺസ് ആകാം. നമുക്കിപ്പോ ഇതെല്ലാം സോഷ്യൽ മീഡിയ ആണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്നതായിട്ടുള്ള റെസ്പോൺസ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അപ്പൊ അവിടുന്ന് മറുപടി കിട്ടുന്നില്ല. അപ്പൊ ഞാനിപ്പോ അല്പം പ്രസന്നമായ രീതിയിലാണ് ചോദിക്കുന്നത്, അവിടുന്ന് മറുപടി കിട്ടുന്നില്ല എങ്കിൽ ഞാൻ വളരെ റൂഡായിട്ടാണ് പെരുമാറുന്നതെങ്കിലോ, ഞാൻ ഇത്രയും നേരം സന്തോഷമായിട്ട് ചോദിച്ചത് മറന്നിട്ട് നമ്മൾ എപ്പോഴും വിചാരിക്കും അയാൾ ഇവിടെ വന്നിട്ട് ചൂടായിട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണോ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഫീൽ, അത് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മളെ കണ്ടെത്തുന്നതിന്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന അനുഭവം, ഫീൽ, ആ ഫീലാണ്, അതായത് ആ അനുഭവം മറ്റൊരാൾക്ക് എന്നും ഞാൻ ഇവിടെ പറയുന്ന ഇത്രയും ക്ലാസ്സുകളെക്കാൾ എന്നിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം. ഇപ്പൊ കൈസം കഴിഞ്ഞ ആഴ്ച മറ്റേ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അറിവുകൾ അനുഭവങ്ങൾ ആക്കുമ്പോഴാണ് നമ്മുടെ അറിവുകൾ അനുഭവങ്ങളാക്കുമ്പോഴാണ് നമ്മുടെ ഈ പഠനം കൊണ്ട് തന്നെ പ്രാധാന്യമാകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പോഴും അത് ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് നമ്മൾ ചിന്തിച്ചു പോകണം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സുഖകരമായ, എനിക്ക് ന്യായീകരിക്കാവുന്ന തെറ്റുകളും കുറവുകളും ഞാൻ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് അവന്റെ തെറ്റുകളെ ഞാൻ കൂടുതൽ ഊന്നി പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു മനോഭാവമാണ്. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെറ്റിലകപ്പെടുന്നവരാണ്. തെറ്റിനെ ന്യായീകരിക്കുകയല്ല, പക്ഷെ നമ്മളെ കേൾക്കുമ്പോൾ, നമ്മളൊരു സൈക്കോളജി എന്നുള്ള നിലയിൽ വേറൊരാൾ അവന്റെ ഒരു പ്രതിസന്ധി വന്ന് നമ്മളോട് പറയുമ്പോൾ, നീ അങ്ങനെ ചെയ്ത് എന്തായാലും മണ്ടത്തരമായിപ്പോയി, ഈ രീതിയിൽ അടച്ച് മറുപടി കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ പെരുമാറ്റത്തിലൂടെ തന്നെ നല്ല കേൾവിക്കാരനായി ഇരിക്കുന്നതിന് പകരം നമ്മൾ തന്നെ അവരോട് റൂഡായിട്ട്, ദേഷ്യമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അത് അതിലും വലിയൊരു തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് വേറൊരു വ്യക്തിയുടെ വേദന നമ്മളോട് സംസാരിക്കാൻ വരിക, പക്ഷെ ആ വ്യക്തിയുടെ പ്രശ്നം നമ്മൾ കേൾക്കുമ്പോൾ അവന്റെ സ്വഭാവത്തിലുള്ള ഒരു വൈകല്യം അല്ലെ ഒരു കുറവ് കേൾക്കുമ്പോൾ സഹാനുഭൂതിയോടെ അതിനെ നമ്മൾ നേരിടാൻ പഠിക്കുന്നതിന് വരെ അയാളോട് നിങ്ങളുടെ ഈ പെരുമാറ്റമാണ് ഈ പ്രശ്നത്തിന് കാരണമായെന്ന് പറഞ്ഞ് അടിച്ചിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളും തുല്യമായ ഒരു തെറ്റ് ചെയ്യുന്നു. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ വീണ്ടും ഒരു ഇത്. ഇപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആയോ? നിർത്തിയായിരുന്നെ പോകാറുന്നായിരിക്കുമല്ലേ ചിന്തിക്കുന്നത്, അല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഹലോ, ആരെങ്കിലും ഒന്ന് സംസാരിച്ചാട്ടെ. അതോ കേൾക്കുന്നില്ല, നെറ്റ് പോയോ? ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ കുറച്ചെങ്കിലും? ഹലോ സർ. ഈ സ്ക്രീനിലുള്ളതൊന്ന് വായിക്കാമോ ആർക്കെങ്കിലും? If it's out of your hands, it deserves freedom from your mind too. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയത്തില്ലേ, അതൊന്നും എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, അങ്ങനെ പറയാറില്ലേ? എനിക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കാത്ത ഒരു പ്രശ്നമാണ് എൻ്റെ മനസ്സിൽ, അല്ലെ ഒരു വലിയ പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുഞ്ഞിനെ പോലെ ആ കയ്യിൽ ആ വള്ളം അത് പിടിച്ചിരിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കെട്ടപ്പെട്ട ഓരോ വള്ളങ്ങളുണ്ട്. എന്നിട്ട് പറയും എനിക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ തരത്തിലുള്ള ചിന്തകൾ വരുമ്പം അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവുന്നതല്ലെങ്കിൽ മനസ്സിൽ നിന്നും അതിന്റെ കെട്ട് വിട്ടേക്കണമെന്ന് പറയും. അത് എളുപ്പമല്ല. അതിനാണ് നമ്മൾ
ഈ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസിലേക്ക് വരണം. നമ്മളിലേക്ക് തന്നെ വന്ന് എന്നെ എന്താണ് വേദനിപ്പിക്കുന്നത്, എന്നെ എന്താണ് ഭയപ്പെടുത്തുന്നത്, എന്നെ ആരാണ് പുരോഗമനത്തിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നത്, എന്നെ ആരാണ് എപ്പോഴും കുറ്റവാളിയെ പോലെ വിധിക്കുന്നത്, ഇതൊക്കെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അത്തരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിക്ക് തടസ്സമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയും. എങ്ങനെ? അത് എളുപ്പമല്ല. എങ്ങനെ വിട്ടുകളയും? നേരത്തെ ഒരു ക്ലാസ് ആരോ ചോദിക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പൊ അവിടെയാണ് നമ്മുടെ ശാന്തത നമ്മൾ ശീലിക്കേണ്ടത്. ശാന്തത ശീലിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശാന്തത ശീലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ആ ടീച്ചർ നമുക്ക് ഗൈഡൻസ് തന്നതുപോലെ നമുക്കിപ്പോൾ ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ് കണ്ണുകളൊന്ന് അടയ്ക്കാം. എല്ലാവരും അതാത് സാഹചര്യങ്ങളായിരിക്കുമ്പോൾ ആ കണ്ണുകൾ ഒന്ന് ശാന്തമായിട്ട് അടയ്ക്കുക. നമുക്കൊരു മിനിറ്റ് ഈ നിശബ്ദതയിൽ ആകാശം മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ കോള് കൊണ്ട് ആകാശമാകാം, ഇരുണ്ടതായ ആകാശമാകാം, അവിടെ നിന്ന് വളരെ തിളക്കമുള്ള ഒരു നക്ഷത്രം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു. വളരെ തിളക്കമുള്ള പ്രകാശമുള്ള ആ നക്ഷത്രം നമ്മളിലേക്ക് അത് വന്ന് നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് വന്ന് പ്രകാശിക്കുന്നതായി ആ വെളുത്ത പ്രകാശത്തെ നമുക്ക് സ്വീകരിക്കാം. നന്നായി പ്രകാശിക്കുന്ന ആ വെളിച്ചം പതുക്കെ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളിലേക്ക് ആ പ്രകാശം വരികയാണ്. കണ്ണുകളിൽ നിന്ന് നമ്മുടെ മുഖത്തെ ആ വെളുത്ത പ്രകാശം വെണ്മയുള്ളതാക്കുക. നമ്മുടെ മനസ്സിന്റെ ഭാരമെല്ലാം നമ്മളിപ്പോ ആ വെണ്മയുള്ള പ്രകാശത്തോട് പറയുക. ആ പ്രകാശം നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കഴുത്തിന്റെ അവിടേക്കും നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ ചെസ്റ്റിന്റെ അവിടേക്ക് വെക്കും. അവിടേക്ക് ആ പ്രകാശം നിറഞ്ഞൊഴുകുകയും നമ്മളെന്ന് പറഞ്ഞ ആ വ്യക്തിയിലേക്ക് ആ പ്രകാശവും നമ്മളും മാത്രമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ആ പ്രകാശം ശാന്തമായി കടന്നു വരും. താഴേക്ക് നമ്മളും ആ പ്രകാശവും ഏതാണ്ട് ഒരുപോലെ ആയിത്തീരും. ഒരേപോലെ ആ പ്രകാശം നമ്മളെ നയിക്കുകയാണ്. ശിരസ് തൊട്ട് പാദം വരെ ആ പ്രകാശം നന്നായി ഒഴുകി ഭൂമിയിലേക്ക് കാലുകളിലൂടെ ആ പ്രകാശം മാറിപ്പോകുന്നതായി കാണുന്നു. വീണ്ടും ആ പ്രകാശം തിരിച്ചു കയറി മറ്റൊരു നിറം, ഓറഞ്ച് നിറത്തിലൂടെ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ ശുദ്ധമായ ചിന്തകൾ എന്നിലേക്ക് നിറയും. ഭയപ്പെടുത്തുന്ന എല്ലാ വിചാരങ്ങളും എന്നിൽ നിന്ന് പുറത്തു പോകും. എന്നിട്ട് ഇങ്ങനെ പറയണം, ഇപ്പൊ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ചിന്തയുണ്ടോ ഹൃദയത്തിൽ? ആ വിഷമം മാറിയിട്ട് ഞാൻ സമാധാനിക്കുന്നു എന്ന് 3 പ്രാവശ്യം നമുക്ക് പറയാം. ഞാൻ സമാധാനിക്കുന്നു, എന്നിലേക്ക് നല്ല ചിന്ത പറയുന്നു, എന്റെ ഫിയർ മാറ്റി ഞാൻ ഫെയ്ത്ത്, വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ജീവിതത്തെ കാണുന്നു, എന്നിലേക്ക് അത്ഭുതകരമായ പ്രകാശത്തിന്റെ ശക്തി നിറയുന്നു, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, ഞാനൊരു വിജയിയാണ്, ഞാനൊരു വിജയിയാണ്, ഞാനൊരു വിജയിയാണ്. എന്റെ കുറ്റങ്ങളെ ഞാൻ നിസ്സാരമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഞാൻ വിധിക്കാതെ എല്ലാവരും
എന്നെ പോലെ വീഴ്ചയുള്ള മനുഷ്യരാണെന്ന് മനസ്സിലാക്കി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് വിട്ടുകളയും. എന്നെ നിരാശപ്പെടുത്തുന്ന ഞെരുക്കുന്ന വേദനകളൊക്കെ, വ്യക്തികൾ കുത്തി മുറിവേൽപ്പിച്ചതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു എന്റെ ഹൃദയം സ്വയം സമാധാനിക്കുന്നതിലേക്ക് ഞാൻ ഇന്നു മുതൽ പരിവർത്തനം ചെയ്യും. സ്വയം സമാധാനിക്കുന്നതിലേക്ക് ഞാൻ പരിവർത്തനം ചെയ്യും. സ്വയം സമാധാനിക്കുന്നതിലേക്ക് ഞാൻ പരിവർത്തനം ചെയ്യും. ഞാൻ വിജയാശ്രയിലാണ് തന്നെ. ഞാൻ വിജയാശ്രയിലാണ്. ഈ സമാധാനത്തിൽ എൻ്റെ ഹൃദയം മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കും. ആ പ്രകാശം എൻ്റെ അന്തരാത്മാവിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ ചിന്തകളെ ഭയം വരുമ്പോൾ ഞാൻ ഈ പ്രകാശത്തെ കൂട്ടുപിടിച്ച് ശുദ്ധചിന്തകളാൽ മാറി. അങ്ങനെ ഞാൻ വിജയിക്കും. സാവധാനം സാവധാനം ആ പ്രകാശം നമ്മുടെ കൈവെള്ളയിൽ ഒരുക്കി കണ്ടെത്തും. അപ്പൊ ഞാന് 2 കാര്യങ്ങളാണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന തെറ്റുകൾ നമ്മൾ എത്രത്തോളം, നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പൈസ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ നമ്മൾ എല്ലാവരും അല്ല അങ്ങനെ ചെയ്യുന്നു എന്നല്ല, അതുപോലെ നിസ്സാരമായ ഒരു കാര്യമായി നമ്മൾ എടുക്കുന്ന ചില ന്യൂനതകൾ, അതുപോലെ മറ്റുള്ളവരുടെ ന്യൂനതകളെ ഞാൻ വിധിക്കാതെ കേട്ട് തിരുത്താൻ അവസരമുണ്ടെന്ന് അവരെ ഞാൻ ധൈര്യപ്പെടും. അതുവരെ ഉണ്ടായ വീഴ്ചകളിൽ നിന്ന് മാറി നല്ലൊരു വ്യക്തിയായിത്തീരും. ആ വ്യക്തികളെ ഞാൻ കൂടുതൽ കൈപിടിച്ച് നാശപ്പെട്ടു പോകുന്നതിന് പകരം രക്ഷപ്പെട്ടു വരാൻ ഞാൻ ആ വ്യക്തിയെ കൈപിടിച്ച് നടത്തും, ധൈര്യം കൊടുക്കും, മോചിപ്പിക്കും. എങ്ങനെ? സാരമില്ല എന്നുള്ള ഒരൊറ്റ വാക്ക് പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ മറ്റുള്ള ആളുകളോട് അവരുടെ കുറവുകൾ ക്ഷമിച്ചു കൊടുക്കും ചിലപ്പോൾ. പക്ഷെ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അല്ലെ എന്റെ വാക്ക് അങ്ങനെ പറഞ്ഞു. നമ്മൾ വീണ്ടും വീണ്ടും അലട്ടപ്പെടാറുണ്ട്. അയ്യോ എന്റെ ആ ഒരു അബദ്ധം കാരണം എന്തുമാത്രം വിഷമതകൾ എനിക്ക് വരുന്നു, അല്ലെ അത് നിമിത്തമല്ലേ ആ വ്യക്തി അകന്നു പോയത്, അത് നിമിത്തമല്ലേ ആ ബന്ധം തകർന്നു പോയത്. അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തരുത്. അതും വിട്ടുകളയുക മനസ്സിൽ. എന്താ, അതങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. ഇനിയും ആ അബദ്ധങ്ങൾ നിമിത്തം ഒരു ബന്ധം വിട്ടുപോയി എങ്കിൽ വിളക്കി ചേർക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ടും അത് പോകുന്നുവെങ്കിൽ അതിന് പുറകെ ലഗ് ചെയ്ത് പോകാതെ ആ വ്യക്തിയെ, നേരത്തെ ഞാൻ പറഞ്ഞ ആ കൊച്ചുകുട്ടി ആ ചെറിയ വള്ളത്തെ, അവന്റെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളെ മനസ്സിൽ നിന്നും വിട്ടുകളയാൻ നമ്മൾ ആദ്യമൊന്നും എളുപ്പമല്ല. അവിടെയാണ് അത് പരിശീലിക്കാൻ ഇങ്ങനെയുള്ള ധ്യാനത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നതോടൊപ്പം, ധ്യാനചിന്തകളിലേക്ക് മനസ്സ് പോകുന്നതോടൊപ്പം രണ്ടാമത്തെ കാര്യമാണ് ജേണൽ ചെയ്യുക എന്ന് പറയും. അതായത് മറ്റൊരാളോട് ഒരു വിഷമം പോയി പറയുന്നതിന് പകരം നമ്മുടെ ഒരു ബുക്കിൽ വേറൊരു വ്യക്തി കാണണ്ടാത്ത വിഷയമാണെങ്കിൽ ആരും കാണാത്ത ഒരു സമയത്ത് ആ വേദനകൾ ഒരു കഥ പോലെ എഴുതുക. മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു സമയത്ത് മതിയത്. ആ വിഷമങ്ങൾ മുഴുവനും ആ പേപ്പറിൽ ഡെയിലി അത് എഴുതുന്നത് ഹീലിംഗ് ആണ്. ഹീലിംഗ് പ്രാക്ടീസ് ആണ്. റൈറ്റ് യുവർ ഹീലിംഗ്. റൈറ്റ് യുവർ ഹീലിംഗ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, നമ്മൾ സ്വയം നമ്മുടെ കുറവുകളെ ഗവനിക്കാത്തതുപോലെ വേറൊരു വ്യക്തിയും നമ്മളെ പോലെ തന്നെ ആണ് എന്ന് ചിന്തിച്ചാൽ ക്ഷമ കൊടുക്കുവാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. സർവശക്തന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ പ്രപഞ്ചമെന്ന് മാത്രം പറയുന്നതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചവനെ കുറിച്ചും ചിന്തിക്കാറുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ കുറവുള്ളവനാണെന്ന് നമ്മൾ പാപക്ഷമ ചോദിക്കുന്ന അതേ രീതിയിൽ മറ്റുള്ള ഒരാളിന്റെ കുറവ് നമ്മുടെ മുമ്പിൽ വരുന്ന, ഒരു കഠിനമായ തെറ്റ് ചെയ്തിട്ടും നമ്മളോട് അത് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ വിധിച്ച് അവൻ കൂടുതൽ വിഷമത്തിലോട്ട് പോകാൻ ഇടയാകാത്ത രീതിയിൽ ആ വ്യക്തിയെ ആശ്വസിപ്പിച്ച്
സാരമില്ല, നിനക്കൊരു പുരോഗതിക്ക് സാധ്യത നമുക്ക് കാണാം എന്ന് പറഞ്ഞ് തോളിൽ ഒന്ന് തട്ടാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ മരണത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഒരു പുതിയ വ്യക്തിയായി മാറ്റാൻ നമ്മുടെ ആ ഒരൊറ്റ വാചകം കൊണ്ട്, നമ്മുടെ ഈ മിറാലെക്സിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു വാക്ക് തന്നെ ഒരു വ്യക്തിയെ തകർക്കാം, അല്ലെ വളർത്താനും തകർക്കാനും വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന വ്യക്തിയെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ഏറ്റവും കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നതിന്റെ എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഇത് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ റിവിഷൻ പോലാണ്. പക്ഷെ ഇതിനെയാണ് സ്ട്രക്ചേർഡ് വേ, അതായത് ഘടനാപരമായി പഠിക്കുകയാണ്. ഒരു പ്രത്യേക സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഒരു സ്ട്രക്ചറായിട്ട് ഓർഡറായി നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിനൊരു അടുക്കും ചിട്ടയും ഉള്ള ഒരു റൂം. നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എല്ലാം ചിന്നിച്ചെതിറി കിടക്കുകയാണെങ്കിൽ അതിന് പറയാം ഓർഗനൈസ്ഡ് അല്ല, ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുക. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ. ഒരു പ്രത്യേക പ്രശ്നം വരുമ്പോൾ എല്ലാം കൂടെ കുറഞ്ഞ അവര് പറഞ്ഞ വാക്കുകൾ, മറ്റവര് പറഞ്ഞ വാക്കുകൾ, ഇവര് പറഞ്ഞ വാചകങ്ങൾ, അല്ലെ അവർ എടുക്കുമെന്ന് പറഞ്ഞ ഭീഷണികൾ, ഇതെല്ലാം ചിന്തിച്ച് മനസ്സെപ്പോഴും ഡീക്ലട്ടറിങ്. ഷജീല ഒരിക്കൽ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഡീക്ലട്ടറിങ്. അത് മനസ്സിനകത്തെ ഇത്തരത്തിലുള്ള ചിന്തകളെ നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഡീക്ലട്ടറിങ് മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്തിനാ, ഇങ്ങനെ നമ്മൾ ധ്യാനാത്മകതയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡീക്ലട്ടറിങ് നടക്കും. ഇപ്പൊ താണ്ട് ഈ ഒരു ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇമേജ് നോക്കൂ. ഇതാണ് പല മനുഷ്യരുടെ അവസ്ഥ. അതായത് പഴയകാല അനുഭവങ്ങൾ, ദുഃഖങ്ങൾ നമ്മളല്ലാതാക്കി തീർത്താം, അല്ലെ നമ്മൾ ഇന്നതിനൊന്നും ആകരുത് വിചാരിച്ചെങ്കിൽ അതെല്ലാം കൂടെ ആക്കി തീർത്താം, അല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് നമ്മളെ വിട്ട, അല്ലെങ്കിൽ ദുഃഖത്തിലേക്ക് വിട്ട, പരാജയത്തിലേക്ക് വിട്ട ഒരു ഭൂതകാലത്തിന്റെ ഭാണ്ഡക്കെട്ടും ഏറി നമ്മൾ ഓരോരുത്തരും നടക്കുമ്പോൾ ആ പൂച്ച ഇരിക്കുന്നില്ലേ, ആ റോളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് would it be easier if you left that behind? നിനക്ക് ആ ചാക്ക് കെട്ട്, ആ ഭാണ്ഡക്കെട്ട്, പഴയതിലേക്ക് നിന്നെ പരാജയപ്പെടുത്തിയെന്ന് നീ പറയുന്ന അത് ശിക്ഷയായി കാണാതെ അത് നീ ഒരു ടീച്ചറായിട്ട് നിന്റെ അനുഭവങ്ങളെ കാണും. നിന്നെ ഒരിക്കൽ തകർത്തു എന്ന് നീ ചിന്തിക്കുന്ന, നിന്നെ വിഷമിപ്പിച്ചു, അല്ലെ നിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേർത്തു എന്ന് നീ ചിന്തിക്കുന്ന ആ വിഷമതയുടെ ഭാണ്ഡക്കെട്ടുകളെ ഉപേക്ഷിച്ചിട്ട് അത് നിന്റെ ഒരു ടീച്ചറാണ്, നിന്റെ ഒരു ഗുരുവാണ്, അനുഭവമാണ്, അത് പാഠമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റിന്റെ ഭാണ്ഡക്കെട്ടുകൾ നമ്മളെ ഇന്ന് ഉറപ്പിച്ചു നിർത്തുന്നുവെങ്കിൽ അതൊരു ടീച്ചറായിട്ട് എടുക്കുക. അതൊരിക്കലും അതൊരു ചതിയാകാം, ഒരു വ്യക്തിയിൽ നിന്ന് വന്ന ഉപദ്രവമാകാം, ജോലിയിലുള്ള നഷ്ടമായിരിക്കും, എങ്കിലും നമ്മൾ പിടിച്ചു നിന്നില്ലേ, അപ്പൊ അതൊരു അനുഭവമാണ്. ആ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ഈ സ്ട്രക്ചേർഡ് ഘടനാപരമായ പഠനം. ആ ഘടനാപരമായ പഠനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ജീവിതത്തെ ഒരു കടഭാരമാകാം, പ്രതിസന്ധിയാകാം, പരാജയമാകാം. അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ധൃതിയിൽ എടുത്തു ചാടാതെ പോസ് ചെയ്യുക എന്ന് പറയാം. അത് ഒന്ന് നിൽക്കും. ഇപ്പൊ ഈ ക്ലാസ്സുകൾ എടുത്ത വ്യക്തികൾ, അല്ലെ പഠിച്ച വ്യക്തികൾ, ക്ലാസ്സിൽ ഇരിക്കുന്നവർക്കൊക്കെ ജീവിതത്തെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അയ്യോ എനിക്കെല്ലാം ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്നു, ഞാനിനി തീർത്തേക്കാം, എന്റെ ജീവിതം തീർത്തു എന്ന് പറഞ്ഞു നിക്ക്, ആത്മഹത്യ ചെയ്യാൻ വരട്ടെ, വെയിറ്റ്, നിനക്കും ഒരു ഭാവിയുണ്ട്, അല്ലെ നിനക്കൊരു ശുഭകാര്യം ഇതിനകത്ത് സംഭവിക്കും. ഈ നഷ്ടം നിന്നെ രൂപപ്പെടുത്താനായിട്ടാണ്. കഠിനമായ തീയിലൂടെയാണ് വജ്രം ഫോം ചെയ്തിരിക്കുന്നത്. ആ വജ്രമായി വന്നത് വെട്ടി തിളങ്ങുന്ന ആ ലൈറ്റ് വന്നു കഴിയുമ്പോൾ അതൊരിക്കലും പഴയ തീ നിറഞ്ഞ അനുഭവങ്ങളെ ഓർത്ത് തീ കൊടുത്ത ആ പഴയ ആലയിൽ ചെന്ന്, അല്ലെങ്കിൽ ആ തീച്ചൂളയിൽ ചെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ വജ്രം ചെന്ന് ചീത്ത വിളിക്കാറില്ല. വജ്രത്തിന്റെ പുതിയ റോൾ എന്താ, വജ്രമായി തിളങ്ങുക എന്നുള്ളതാണ്. ഇതാണ് തീച്ചൂളയുടെ അനുഭവത്തിലൂടെ നമ്മുടെ മുമ്പിൽ എത്തുന്നതും നമ്മളായിരിക്കുന്നതും. ജീവിതം തീർക്കുന്ന തീയല്ല, നമ്മളെ വജ്രമാക്കി തീർക്കുന്ന ഒരു പുതിയ അനുഭവത്തിലേക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിനാണെന്നുള്ള കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞതുപോലെ ആ വ്യക്തിയുടെ കുറവുകളെ ഓർക്കാതെ അവരെ ലെറ്റ് ഗോ ചെയ്യുക. നമ്മളെ പണിഞ്ഞെടുക്കാൻ വന്ന അഗ്നികുണ്ഡമാണ്, അത് നമ്മളെ വജ്രമാക്കാനാണെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത് ആ വേദനകൾ നമ്മളെ അഥവാ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പാസ്റ്റിനെ മറന്നു കളയാൻ ബുക്കിൽ എഴുതുക. ബുക്കിൽ എഴുതി അവിടെ വെച്ചേക്കരുത്, അത് വിവാദമായി തീരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതുക. പക്ഷെ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ. എല്ലായ്പ്പോഴും സൈക്കോളജിസ്റ്റുകൾക്ക് തന്നെ ഒരാളെ കണ്ടെത്താൻ, ഈയിടയ്ക്ക് ഒരു പ്രമുഖനായ മനഃശാസ്ത്രത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തോട് ആരൊക്കെയോ ചോദിച്ചു, എന്തുകൊണ്ട് താങ്കൾ ഈ ഇത്രയും ഒരുപാട് ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ആള് കൊണ്ട് വേറൊരാളോട് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്,
ഞാൻ തന്നെ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കുന്ന എനിക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ പിന്നെ ആരോട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? നമ്മളൊരു പേപ്പർ എടുക്കുക, നമ്മുടെ വേദനകൾ ഓർഡറിൽ എഴുതുക, പിന്നെ അത് കത്തിച്ച് കളയുക. നമ്മളെയും കൂടെ കത്തിക്കുകയല്ല, സൂക്ഷ്മതയോടെ എടുത്ത് അത് കത്തിച്ച് കളയുമ്പോൾ ഈ ഭൂമിയിലേക്ക്, അന്തരീക്ഷത്തിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് നമ്മൾ അതിന്റെ ഭാവിയെ സമർപ്പിച്ചു. ഞാൻ ഗ്രോ ചെയ്യാൻ, വളരാൻ, വിജയിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ്, പ്രപഞ്ചമേ, എന്റെ ലോകമേ, എന്റെ ഭാവിയെ, ദൈവമേ, ഞാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. നീയും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മനസ്സാൽ പറയുക, രാവിലെ പറയുക. കണ്ണാടിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ നിരാശയുള്ള ഗ്ലൂമി ഫേസ് ഒക്കെ മാറ്റാൻ എല്ലാവരോടും പറയുക, നമ്മളും സ്വയം പറയുക. അതിനെ നോക്കിക്കൊണ്ട് എന്ത് പറയണം? ഞാൻ വിജയിക്കും, ഞാൻ വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും. കഴിഞ്ഞ ആഴ്ച ആണെന്ന് തോന്നുന്നു നമ്മുടെ മറ്റൊരു ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞ സക്സസ് എന്നാൽ എന്താണെന്നുള്ള ഒരു ചർച്ച. ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത് അതല്ലേ? ചില വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരെ കുറിച്ചാണെന്ന് തോന്നി പറഞ്ഞത്. അവർക്ക് അല്ലെ, നമുക്കൊക്കെ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ സക്സസ് എന്നുള്ളതിന് മറ്റൊരു നിർവചനത്തിലൂടെ കൊണ്ടുവരണം. എന്താണ് ശരിക്കും സക്സസ്? ഞാൻ തന്നെ ഏക റേഡിയോ പോലെ പറയാം. ഒരാൾ ഇങ്ങോട്ടൊന്ന് പറയാമോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എന്താണ് സക്സസ്? സക്സസ് എന്താണ്? ഒറ്റവാക്കി പറഞ്ഞു. എല്ലാരും ഉറങ്ങിയോ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോ? എനിക്ക് തോന്നേ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇത്ര അധികം ഭീകരമായ നിശബ്ദത അനുഭവിച്ച ഈ ഒരു ക്ലാസ്സേ ഉള്ളായിരിക്കും. അത് നമുക്ക് തങ്കലിപികളിൽ എഴുതി വെക്കേണ്ടി വരും. ആരെങ്കിലും പറഞ്ഞാലും ഞാൻ നിർത്തും. എന്താണ് സക്സസ്? പോയോ? ഹലോ ഹലോ, പറഞ്ഞേട്ടെ. ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്താണ് വിജയം, സക്സസ് എന്ന് പറഞ്ഞാൽ? എനിക്കൊന്ന് എല്ലാരും ക്യാമറയെ ഓഫ് ചെയ്ത് വെച്ചിട്ട് സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ച് ഓട്ടം തോന്നുന്നു. സക്സസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യത്തിനെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിനെ നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും, അതിലൂടെ നമ്മൾ ഗ്രോ ചെയ്യുന്നതും, അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഫീലിങ്സും എല്ലാം വരുന്നതാണ് സക്സസ്. സക്സസ് കാര്യങ്ങളൊന്നും നേടാൻ സാധിച്ചില്ല, അപ്പൊ ആ വ്യക്തിക്ക് ഒരു നിരാശ തോന്നും. വേറൊരാൾ പറഞ്ഞ ഒരു വാചകമാണ്, അതായത് ഞാൻ ഇതിനകത്ത് പേര് കണ്ടവരോട് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയുമോ? എല്ലാവരും അനങ്ങാതിരിക്കുകയാണല്ലോ. എനിക്കൊന്ന് എന്റെ ക്ലാസ്സിൽ കണ്ടെന്ന് തോന്നിയത് ഇത്രയും മൗനം വന്നു. അത്ര ഗൗരവമായി പോയോ വിഷയം? അതായത് ഒരു സന്യസ്തൻ, അയാൾ ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്യുന്നവരുടെയൊക്കെ ചിത്രങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പൊ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു കുട്ടി അദ്ദേഹത്തിന് അടുത്ത് വന്നു. കുട്ടിയോട് സന്യസ്തൻ ചോദിച്ചു, എന്താ കുഞ്ഞിന്റെ ആഗ്രഹം? അപ്പൊ പറഞ്ഞു, എനിക്ക് ഏറ്റവും നന്നായി പഠിക്കണം. സക്സസിനെ കുറിച്ച് തന്നെ നമുക്ക് കൊണ്ടുവരാം. ഏറ്റവും നന്നായി പഠിക്കണം. ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമോ അതെനിക്ക് നല്ല നല്ല സ്ഥാനത്തൊക്കെ എത്തി നല്ല ജോലി, വരുമാനമൊക്കെ കിട്ടണം. ഓക്കെ, വരുമാനം കിട്ടിയതിന് ശേഷം നല്ലൊരു കുടുംബം ഒക്കെ കിട്ടണം, അച്ഛന്റെ അമ്മയുടെ ഒക്കെ കുടുംബം. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞ് എനിക്ക് വണ്ടി വാങ്ങിക്കണം, അല്ലെ ഉയർന്നു വരണം, അങ്ങനെ സുഖമായി ജീവിക്കണം. അപ്പൊ ഈ സന്യസ്തൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു മറുപടി നിങ്ങൾക്കും അറിയാതിരിക്കാം. കുഞ്ഞേ, ഇതൊന്നും നേടാതെ തന്നെ ഞാൻ സന്തോഷം അനുഭവിക്കുന്നു. ഇത് കേട്ടോ നിങ്ങള്? ഈ സന്യസ്തൻ പറഞ്ഞത് ഇതൊന്നും നേടാതെ തന്നെ ഞാൻ സന്തോഷം അനുഭവിക്കുന്നു. നീ പറഞ്ഞതെല്ലാം ഞാൻ നേടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. സുഖകരമായി ഉറങ്ങാൻ കഴിയുന്നതും സക്സസ് ആണ് എന്ന് തിരിച്ചറിയാൻ ഉറക്കം ഏറ്റവും വലിയ വരദാനമാണ്. നമ്മളിപ്പോ ഒരു ഓഫീസിലൊക്കെ ചെന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, വലിയ വാദപ്രതിവാദങ്ങളും ഒക്കെ കാണാറുണ്ട്, തർക്കങ്ങൾ. ചിന്തകരായിട്ടുള്ളവരല്ലേ, സൈക്കോളജിയിലെ വിദഗ്ധന്മാർ തരുന്ന ഉപദേശം എന്തോന്നറിയാം? ആർഗ്യൂയിങ് വിത്ത് എ ഫൂൾ, വിഡ്ഢിയോടുകൂടി ആർഗ്യൂ ചെയ്യുമ്പോൾ അവിടെ രണ്ട് വിഡ്ഢികൾ ജനിക്കുകയാണ്. വിഡ്ഢിയോടുകൂടി മത്സരിക്കുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ അവിടെ രണ്ട് വിഡ്ഢികൾ ജനിക്കുന്നു. അപ്പോൾ ആർഗ്യൂ ചെയ്യേണ്ട സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കുക,
രണ്ട് വിഡ്ഢികളെയാണോ ഞാൻ സൃഷ്ടിക്കുന്നത്? ഈ ചിത്രം നോക്കൂ. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം കൊണ്ട് ഒരു മനുഷ്യൻ കണ്ടോ താഴോട്ട് താന്നു പോവുക ജീവിതം. ആ പ്രോബ്ലം വിടുക. ചില കാര്യങ്ങൾ നമ്മൾ പറയും എനിക്ക് അത് കിട്ടിയേ തീരൂ, ഇല്ലേ എനിക്ക് അസ്വസ്ഥത വരികയാണ്. ജീവിതം, ബന്ധങ്ങൾ, ആ വ്യക്തിയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ, അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ദാണ്ട തീരുകയാണ്, എല്ലാം തീരുക. എന്നാ അതൊന്ന് വിട്ടേച്ച് പോയാലോ? മേളിലേക്ക് ഉയർന്ന് ശ്വാസം മുട്ടുന്ന അനുഭവത്തിൽ നിന്ന് ശ്വാസം എടുക്കാവുന്ന അനുഭവത്തിലേക്ക് ആ വ്യക്തി മാറുന്നതാണ് ഭാരങ്ങൾ വിട്ടുകളെ. നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകളയുന്നതിന് അത്രയും നല്ലൊരു പിക്ചർ റെപ്രസെന്റേഷൻ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കും. ഇത്തരത്തിലുള്ള ആർട്ടുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ജീവിതത്തിന്റെ ഈ പാഠങ്ങളെ ഒന്നുകൂടെ മനോഹരമായി പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതാ നോക്കൂ, 2-3 ചിത്രങ്ങളൂടെ പങ്കുവച്ചിട്ട് ഞാൻ ഡിസ്കഷന് വേണ്ടി വിടാം. 3 ചിത്രങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വെക്കുകയാണ്. അടുത്ത നോക്കൂ, ഈ പടം കണ്ടോ? എന്റെ വാചകങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. ആ ചെടി ചേറിലാണ് വളർന്നു നിൽക്കുന്നത്. മറ്റുള്ളവരുടെ നെഗറ്റീവായ വാക്കുകൾ ഈ ചെടിയുടെ വളർച്ചയെ, അതായത് അവിടുത്തെ അഴുക്ക് വെള്ളത്തിന്റെ ഇഫക്റ്റ് ഒന്നും ആ ചെടിയുടെ വളർച്ചയെ തടയുന്നില്ല. അതുപോലെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ മോശം പറയാം, നമ്മളെ മറ്റുള്ളവർക്ക് സംശയിക്കാം, കാലെ പിടിച്ചവർ വലിച്ച് നമ്മുടെ സ്ഥാനങ്ങൾ തള്ളിക്കളയാൻ ശ്രമിക്കാം. ആ നെഗറ്റിവിറ്റി ഒന്നും നമ്മൾ വഹിക്കേണ്ട. നമുക്ക് വളരാൻ നമ്മൾ നിശ്ചയദാർഢ്യമുള്ളവരാണെങ്കിൽ ചെളിയിലും നമ്മൾ വളരും. ഇതാണ് നമ്മൾ സ്വയം എടുക്കേണ്ടതും നമ്മുടെ അടുത്ത് വരുന്ന അപ്രോച്ച് ചെയ്യുന്ന മറ്റൊരു വിഷമസ്ഥിതിയിൽ എന്നെ മറ്റുള്ളവർ ഉപദ്രവിച്ചു, അല്ലെ മാനസികമായി വിഷമിപ്പിച്ചു, എന്നെ നമ്മൾ അവിടെ എല്ലാം വളരാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ആ വ്യക്തിയെ വിധിച്ചുകൊണ്ട് നമ്മുടെ വളർച്ചയെ സ്വയം തടവറയിലിടരുത് എന്നുള്ളതാണ് ആ ചെടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോസസ്. അടുത്തത് ദേ നോക്കൂ, ഇത് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ. എല്ലാവർക്കും ഇപ്പൊ നാട്ടിലെ മഴയും കൂടെ ആയി കഴിഞ്ഞപ്പോ 8-9:30 ഉറങ്ങുന്ന നേരത്ത് അദ്ദേഹം പടവും കൊണ്ട് വന്നിരിക്കുകയാണെന്നായിരിക്കും. ഇത് നോക്കൂ, ദ റിവർ നെവർ ആർഗ്യൂസ് വിത്ത് ദ റോക്സ്, ഇറ്റ് ഫൈൻഡ്സ് അനദർ വേ. വലിയ കടുംപിടുത്തക്കാരായ ആളുകളെ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യും. അവരുമായിട്ട് വാദിച്ച് നമ്മൾ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ പുഴയെ നോക്കൂ, അവനെ ഇട്ടേച്ച് മുന്നോട്ട് ഒഴുകുകയാണ്. അപ്പൊ എല്ലാരെയും ബോധവൽക്കരണം നടത്തി സമൂഹം നന്നാക്കണ്ട, നമ്മൾ സ്വയം മാറി ഒഴുകാൻ ശ്രമിക്കുന്നിടത്താണ്, എന്നിട്ട് മുന്നോട്ട് പോകുന്നിടത്താണ് നമ്മുടെ വിജയം വരേണ്ടത്, അല്ലെ വരുത്തേണ്ടത്. മനസ്സിലായല്ലോ? ആരെയും പാറ പോലുള്ള ഹൃദയം. അപ്പം വേറൊരു ചൊല്ലുണ്ട്, പാറയും ജലവും നിരന്തരമായ യുദ്ധത്തിലാണ്. ഇവിടെ ജയിക്കുന്നത് ജലമാണ്. കാരണം അടങ്ങാത്ത പരിശ്രമം, ജലം പാറയെ അടിച്ചടിച്ച് പോവുകയാണ്. ഈ പാറയും കൂടി, പാറ പോലുള്ള ഹൃദയത്തെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്തങ്ങ് പോയാൽ മാത്രം മതി. ആ വിജയത്തിൽ അവിടെ വിജയിക്കുന്നത് ജലമാണ്, ജലം പോലുള്ള മനസ്സുള്ളത്. ഫൈനൽ പോയിന്റ് ഇത് നോക്കൂ. മറ്റുള്ളവരെ നമുക്കെതിരെ കൊണ്ടുവരുന്ന ക്രിറ്റിസിസംസ്, മറ്റുള്ളവരെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കല്ലേറുകൾ, അതൊക്കെ ചെയ്യുന്നത് കണ്ടോ? അയാൾ ഓരോ ക്രിറ്റിസിസവും വളർച്ചയ്ക്കുള്ള ചവിട്ടുപടിയായും നല്ലൊരു കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഇടുന്ന അല്ലെങ്കിൽ വളർച്ചയ്ക്കുള്ള കെട്ടുപടിയായി. ഇതൊക്കെ പണ്ട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇതൊക്കെ വാദിക്കാൻ വേണ്ടി പറയാമെന്നുള്ളതല്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയാകത്തുള്ളൂ. പക്ഷെ ജീവിതത്തിന് അതൊരു പുതിയ പാഠമായിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വിജയിക്കാൻ ഏത് പതർച്ച വന്നാലും ഇതെന്റെ വളർച്ചയ്ക്കുള്ളതാണെന്ന് ചിന്തിച്ച് എത്ര നിരാശയൊക്കെ വരും. ആരും മാജിക് ഹ്യൂമൻ ബീങ്സ് അല്ല. പക്ഷെ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നിയെല്ലാം നശിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ മോൾ നിന്ന് കൊടി നാട്ടി എടുക്കും എന്നുള്ള ദൃഢവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സഹായിക്കാൻ ഈ ലോകത്തിൽ തന്നെ വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇനി ഞാൻ ഇവിടെ വെച്ച് ഫോഴ്സ് ലാൻഡിങ് ഫ്ലൈറ്റ് ചെയ്യുന്നത് പോലെ ഫോഴ്സ് ലാൻഡിങ് ഒരു പോയിന്റ് ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാതെ ആ ലാസ്റ്റ് പോയിന്റിലേക്ക് ഞാൻ പോവുകയില്ല എന്ന് ഇത് സത്യം എന്ന് പറയുന്ന പോലെ ഞാൻ പ്രതിജ്ഞ ചെയ്യാണ്. ഇനി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, ടൈം ബി, എന്നിട്ട് ഒക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് ഇവിടെ പറയാം. അത് വിശദമായിട്ടുള്ളതല്ല. നിങ്ങളൊന്ന് പ്രതികരിച്ചേ. എന്തെങ്കിലും വെറുതെ നന്നായിരുന്നു, നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു, ഇതെന്നും പറയുന്നത് അത് ഞാനും കേൾക്കുന്നത്. അങ്ങനല്ല, ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന വിപരീതമായ ക്രിറ്റിസിസവും കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പറഞ്ഞു അല്ലെ, വേറെ എവിടെയെങ്കിലും ക്ലാസ് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ മെച്ചപ്പെടണ്ടേ? അതുകൊണ്ട് ക്രിറ്റിസിസമാണ് ഒന്നുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലായത് എന്താണെന്നുള്ള ഒരു വാക്കിലെങ്കിലും അതൊന്ന് പറഞ്ഞാൽ അത്രയും ആശ്വാസം. പറയൂ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഉറങ്ങുകയും തോന്നുന്നു.
ക്ലാസ് ഒരു താരാട്ട് പോട്ട് പോലെ ആയിരുന്നു. മഴ പുറത്ത് സ്വച്ഛമായി പെയ്തുകൊണ്ടിരുന്നു. ഇലകളുടെ ശബ്ദവും കാറ്റിന്റെ മർമ്മരവും സൂം മീറ്റിംഗ് ഓൺ പുറത്ത് ഞാൻ തല ചായ്ച്ചിരുന്ന ഉറങ്ങിക്കൊണ്ടേയിരുന്നു. ഇതാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? ആരെയും കാണാനില്ലല്ലോ. ഞാൻ ജോലി കഴിഞ്ഞ് ഓടി വന്ന് ഈ കസേരയിൽ ഇരുന്ന ഇപ്പം എന്റെ എതിർവശത്ത് എനിക്ക് നോക്കുമ്പോണ്ടല്ലോ നിശബ്ദം. ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. പക്ഷെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. അത് സാറേ, ഞങ്ങൾക്ക് പലരും ചോദിക്കുന്നുണ്ട്, താങ്കളെ ആരാ വിളിച്ചത് ഈ ചർച്ചയ്ക്ക് എന്നാണോ ചിന്തിക്കുന്നത്? ഷജീലേ പോയോ? ഇല്ല ഇല്ല, ഇവിടെ ഉണ്ട്. ഞാൻ ആരെങ്കിലും പറയുന്നുണ്ടോ ഗോപി സാർ നോക്കായിരുന്നു. പണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാറേ പഠിപ്പിച്ച് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഡിഗ്രിക്ക്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തകർപ്പൻ ക്ലാസ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലാണോ? എല്ലാവർക്കും കാര്യങ്ങൾ വേഗം ഒന്ന് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ നമ്മളത് പറയുന്ന സമയത്ത് തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ഭയം കാരണം പറയാൻ കഴിയാത്തതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ വേദന പറ്റുന്ന ഉണ്ടാക്കാതെ എങ്ങനെ പ്രതികരിക്കാമെന്ന് പഠിപ്പിക്കണമെന്ന് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതെ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മുടെ കൈസം സാറിനോട് ചോദിച്ച് പഠിക്കാനാണ്. അപ്പോ ക്ലാസ് മുന്നോട്ട് ഞാൻ തന്നെ ഓടിക്കുന്ന പോട്ടെ, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അതായത് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന നമ്മുടെ ഒരു കുറവ്, അതേപോലെ മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ ഊതിപ്പെരിപ്പിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ അത് സാരമില്ലാത്ത വിഷയമാണെങ്കിൽ പോലും, അല്ലെ സാരമുള്ളതാണേലും ശാന്തമായി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ആ തെറ്റ് ചെയ്ത വ്യക്തിക്ക് ഉൾപ്പെടെ തിരുത്താൻ ഒരു പ്രേരണ, സ്വയം നശിപ്പിക്കാതെ തിരുത്താനുള്ള പ്രേരണ. ഒരു സമാധാനത്തോടെ ഒരു തെറ്റ് ചെയ്ത വ്യക്തിയെ നമ്മുടെ മുമ്പിൽ കൈകാര്യം ചെയ്യാൻ കിട്ടിയ മണ്ണെണ്ണ കോരി ഒഴിക്കുന്നതിന് പകരം വെള്ളം ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുക. കാരണം നമ്മളിൽ തെറ്റു വരാനുള്ള സാധ്യതയും വിദൂരത്തല്ല. കാരണം അത് തെറ്റിനെ ന്യായീകരിക്കുകയല്ല. നമ്മൾ പലയിടത്തും ഇങ്ങനെയുള്ള വാർത്തകളെ കണ്ടിട്ടുണ്ട്. ഏതാ, പ്രതിയുടെ വീട്ടുകാര് പ്രതിക്ക് കൊലപാതകമാണ് ശിക്ഷ. പക്ഷെ നഷ്ടപ്പെട്ടു പോയ ആളിന്റെ വീട്ടുകാർ മാപ്പ് കൊടുത്താൽ പ്രതിക്ക് രക്ഷ. വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കോടതി വിധിയായിരിക്കും അങ്ങനെയുള്ളത്, അല്ലെ? മാപ്പ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ചിലർ മാപ്പ് കൊടുക്കുന്നത്? ആലോചിച്ച് നോക്കൂ. അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലര് മാപ്പ് കൊടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റിൽ എന്താണ്, നമുക്ക് നിയന്ത്രിക്കാനാവാത്ത വലിയ ശക്തിക്ക് മുമ്പിൽ നമ്മളും തെറ്റുകാരായില്ലേ ഒരിക്കലെങ്കിലും? ആ തെറ്റ് സർവശക്തൻ പുറത്തു തന്നു എങ്കിൽ കരയേണ്ടതിന് ഞാനും ഇവനോട് പുറത്തു കൊടുക്കുന്നു എന്നുള്ള നിലയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്ക് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് നമ്മളും ഒരു തെറ്റുകാരനല്ലേ എന്ന് വെച്ചുകൊണ്ട് ചെറിയ രീതിയിൽ അതിന്റെ പവർ കുറയ്ക്കുക എന്നുള്ളതാണ്. ന്യായീകരിക്കുകയല്ല, ഒന്ന് സൂക്ഷ്മതയോടെ ആ വ്യക്തിയെ കാണുക. ഇനി കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്നവരുടെ മുമ്പിൽ ഒരിക്കലും വാദിച്ച് അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കേണ്ട. നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരോട്, അല്ലെ നമ്മളോട് കൂടുതൽ തർക്കിക്കാൻ വരുന്ന വ്യക്തികളോട് നിശബ്ദത പാലിക്കാനായിട്ട്, നിശബ്ദത നമ്മുടെ മറുപടിയാണ്. കാരണം മറുപടി എത്ര കൊടുത്താലും വാക്കുതർക്കങ്ങളായി തന്നെ കിടക്കും. പക്ഷെ ഒരിക്കലും ആ വാക്കുതർക്കങ്ങൾ വിജയത്തിലെത്തിക്കുന്നതിന് പകരം നിശബ്ദത മാത്രം ശീലിക്കുക. പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാത്ത ഭാരങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ ശാന്തമായ പ്രാർത്ഥന, മെഡിറ്റേഷൻ. എന്നിട്ട് സ്വയം പ്രഖ്യാപിക്കുക, എന്ത്, എന്നിലെ ഈ നെഗറ്റീവ് വേദന, ഈ ഭയത്തെ, ഫിയറിനെ ഞാൻ വിശ്വാസം കൊണ്ട് നേരിടുക. ഞാൻ ജയിക്കും. എന്നെ ഒരാൾ പേടിപ്പിക്കാൻ ശ്രമിച്ച ഈ ഫിയർ ഞാൻ ഫെയ്ത്ത് കൊണ്ട് തിരിച്ചിടുകയാണ്. പകരം വെക്കുകയാണ്. ഫെയ്ത്ത്, എന്നെ പേടിപ്പിക്കുന്നതിനെ വിശ്വാസം കൊണ്ട് ഞാൻ നേരിടുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ ഒരാൾ എന്നെ ആർഗ്യൂ ചെയ്യാൻ വന്നാൽ ഞാൻ ശാന്തത പാലിക്കും. ഒരാൾ എന്നെ ഭയപ്പെടുത്താനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്വാസത്തോടെ നേരിടും. ഞാൻ ഭയപ്പെടുകയില്ലെന്ന് ഞാൻ സ്വയം എൻ്റെ മനസ്സിനോട് പറഞ്ഞ് ധൈര്യപ്പെടും. അതുപോലെ തന്നെ സോഫ്റ്റ് മൈൻഡ് ഉള്ളവരുണ്ട്, ഹാർഡ് മൈൻഡ്, പാറ പോലുള്ള മനുഷ്യരുണ്ട്. അതിൽ സോഫ്റ്റ് മനുഷ്യൻ ആ പാറ പോലുള്ള ഹൃദയമുള്ള വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് തന്നെയാണ് നല്ലത്. മറ്റവനെ ബോധവൽക്കരിക്കാനായിട്ട് നിൽക്കേണ്ട. പക്ഷെ ഇതിനിടയിൽ നിൽക്കണം. അതായത് നെയ്യ് കണ്ടിട്ടില്ലേ, നെയ്ക്കകത്തൊരു കല്ലെടുത്തിട്ടാൽ താഴോട്ടും പോകത്തില്ല, മധ്യഭാഗത്ത് നെയ്യ്. അതുപോലെ ഉൾക്കൊള്ളുന്ന മനസ്സോടുകൂടി, പാറ പോലുള്ള ഒരു മനസ്സുമാകരുത്, തീർത്തും ജലവുമാകരുത്. അഥവാ ജലത്തിന്റെ മനസ്സിന്റെ ഭാവമാണെങ്കിൽ അല്പം സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുക. തർക്കിച്ച് ജയിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത നമ്മുടെ പെരുമാറ്റത്തിലെ അനുഭവമാണ്
നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞ വാചകങ്ങളെക്കാൾ ഒരു വ്യക്തി എന്നും ഓർത്തിരിക്കുന്നത്. നമ്മുടെ പെരുമാറ്റം കൊണ്ട് വേറെ, ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി നമ്മുടെ ഒരു പരിചയക്കാരുടെ വീട്ടിൽ നമ്മളോട് സ്നേഹമായിട്ട് അവര് എടുത്ത് ഒരു കപ്പ് ചായ തരാൻ കാണിച്ച മനോഭാവം എന്നും ആളുകൾ ഓർത്തിരിക്കും. ഗർഭത്തോടെ ചിലപ്പം ടീ പാർട്ടി ഫുള്ള് നടത്തിയാൽ, ജാടയിട്ട് നടത്തിയാൽ ഒരിക്കലും നമ്മൾ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവുകയില്ല. ഒരു ചെറിയ ചായയെ കൊടുത്തുള്ളെങ്കിലും സ്നേഹത്തോടും ബഹുമാനത്തോടും കൊടുക്കുക. അങ്ങനെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ സ്ട്രക്ചറാണ്. ഓർഡർലി പഠിക്കുമ്പോൾ ഒരു പ്രതിസന്ധി വന്നാൽ എടുത്തു ചാടാതെ സമചിത്തതയോടെ ആലോചിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലോട്ട് പോകാം. മനസ്സെപ്പോഴും ശാന്തമാക്കാൻ നമ്മുടെ നൊസ്റ്റാൾജിയയിലേക്ക് പോകുക. അതായത് നമ്മളെ എവിടെയാണ് ആശ്വസിപ്പിക്കുന്നത് ആ ആശ്വാസം കണ്ടെത്താൻ ശാന്തത ശീലിക്കുക. ഒരു നിമിഷം ഒന്നും കൂടെ കണ്ണടക്കും, 1 മിനിറ്റ്. ഓക്കെ, അപ്പം വളരെ സന്തോഷം എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം തന്ന ഐസം, ഷജീല, ഖദീജ, മറ്റു സഹോദരങ്ങൾ. നിങ്ങൾ ശാന്തതയോടെ ഇത് കേട്ടിരുന്നു. പ്രതികരിക്കാഞ്ഞത് ഒരു പക്ഷേ മനസ്സിലാകാഞ്ഞത് കൊണ്ടോ അതല്ലെങ്കിൽ അല്പം വാക്കുകൾ ഘടനയായിട്ട് കിട്ടാഞ്ഞത് കൊണ്ടോ ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ കേട്ടിരുന്നത്, സമാധാനത്തോടെ കേട്ടിരുന്നത്, ആരും ലീവ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വന്നവര്. അതുകൊണ്ട് ഒരാൾ ഒഴികെ എനിക്കൊന്ന് 10 പേരെങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്, 11 ആയിരുന്നു തോന്നുന്നു. അത്യാവശ്യം ആൾക്കാർ പോയി കാണാൻ എല്ലാവരോടുള്ള നന്ദി അറിയിക്കും. താങ്ക് യു. ബോബി സാർ, ഇപ്പോ എടുത്ത ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതില് നമ്മള് ലൈഫിൽ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഹാർഡായിട്ടുള്ള അല്ലെ സോഫ്റ്റ് ആയിട്ടുള്ള പല ബിഹേവിയർ ഉള്ള മനുഷ്യരുമായിട്ട് നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും. അപ്പൊ അവിടെ നമ്മൾ സേഫ് ആവാൻ അല്ലെ നമ്മുടെ മനസ്സ് ഹാപ്പി ആവാൻ നമുക്ക് കൊണ്ടുവരേണ്ട കുറച്ച് രീതികൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സിനെ, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ പോലും ചില സമയത്ത് നമ്മൾ പ്രതികരിച്ച് പോവാറുണ്ട്. ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ, നമ്മളെ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സുകൾ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രാക്ടീസുകൾ എന്തൊക്കെയാണെന്നും കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഉപകാരപ്പെടും. ഈ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഒരു വ്യക്തി ഓക്കെ, നമുക്ക് പ്രാക്ടീസ് എന്ത് ചെയ്യാം? ഓക്കെ, അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതാണ് എനിക്ക് അറിയാവുന്ന ഭാഗങ്ങൾ പറയാം. ഇതിനും കൂടുതൽ ആൻസറുകൾ കാണാം, പക്ഷെ ഞാൻ ശീലിച്ചതും മനസ്സിലാക്കിയതും മാത്രം പറയാം. ഈ ചോദ്യം ഇതിനു മുമ്പ് വേറൊരു ക്ലാസ് ഞാനും ഷീലയും മറ്റാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അതിനകത്ത് ഒരു കുട്ടി അത് അവിടെ ചോദിച്ചിരുന്നു. പ്രത്യേകമായി നമ്മുടെ ഇമോഷൻ ബാലൻസ് ചെയ്യുക എന്നുള്ളത്. ആദ്യകാലത്തൊക്കെ നമുക്ക് പരാജയങ്ങൾ വരും. നമ്മളെ ഹൈലി ആയിട്ട് പ്രൊവോക്ക് ചെയ്താൽ, അതായത് ദേഷ്യപ്പെടുത്തിയാൽ, ഇറിറ്റേറ്റ് ചെയ്താലൊക്കെ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഓരോ പൊട്ടിത്തെറിയിലും നമ്മൾ ഈ ലക്ഷ്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പൊട്ടിത്തെറിക്കാതെ പൊട്ടിത്തെറിച്ച വ്യക്തികളായിരിക്കും ഞാനടക്കം പൊട്ടിത്തെറി ശീലിച്ച. പക്ഷെ നമുക്ക് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹം. അപ്പൊ ഒന്നാമത് അതിനകത്ത് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, കേൾക്കാമോ? ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതാണ്, ഐ സെലക്ട് പീസ്. സമാധാനമാണ് തർക്കത്തിന്റെ വിജയത്തെക്കാൾ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. എന്റെ സമാധാനമാണ് തർക്കത്തിന്റെ വിജയത്തെക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ കസ്റ്റമേഴ്സിനെ ഒരുപാട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊഫഷന്റെ ഭാഗമാണ്. ഹൈലി ടഫായിട്ട്, ഹൈലി അപമാനിക്കുന്നവരായിട്ട്, ഹൈലി ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടുള്ള, ഒരുപാട് വേദന തോന്നുന്ന തരത്തിൽ വിഷമിപ്പിച്ച് സംസാരിക്കുന്ന ഒരുപാട് റൂഡ്. ഞങ്ങൾക്ക് 100 കസ്റ്റമേഴ്സ് വന്നതിൽ 70 ഈ തരത്തിലുള്ള വൈൽഡ് ക്യാരക്ടർ ഉള്ളവരാണ്. പക്ഷെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശേഷം ഒരു ആഴ്ച തീരാത്ത മനോദുഃഖം ഈ അങ്ങനെയുള്ള ആളുമായിട്ട് തർക്കിച്ചു കഴിഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നുകയോ അങ്ങനെ നമ്മുടെ ഭാഗത്തിന് ഞാൻ ഉണ്ടായിരിക്കാം, എന്നിട്ടും വിചാരിക്കും പറയേണ്ടിയിരുന്നില്ല. അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ആൾ ഇറിറ്റേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ നിമിഷം നമ്മളൊന്ന് ഹർട്ട് ആവുന്നേ ഉള്ളൂ. നമ്മൾ പ്രതികരിക്കാതിരുന്ന എന്റെ പൊന്നു സഹോദരങ്ങളെ, 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ വ്യക്തിയെ മറക്കും, ആ ഇൻസിഡന്റും മറക്കും. പക്ഷെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരുന്നു, അത് വലിയ പ്രശ്നങ്ങളായത് എപ്പോഴും ആഴ്ചകളോളം നമ്മൾ പിന്നെ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരികയും ചെയ്യും. ഇത് എന്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഒരാൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്താൽ പരമാവധി ഉള്ളിൽ ഓർക്കുക, സമാധാനമാണ്
എന്താ ഇപ്പോഴത്തെ ഹൃദയ സമാധാനമാണ് ഇതിൽ വിജയിക്കുന്നതിനും പ്രാധാന്യം. അത് പലതവണ ശീലിക്കുമ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് മുന്നമേ നമ്മളെ കൺട്രോൾ ചെയ്ത് ഷട്ട് ചെയ്യും. ചിലർ പറയും തിരിച്ച് ദേഷ്യം വരുമ്പോൾ 10 സെക്കൻഡ് എണ്ണണം, 10, 9, 8, 7, 6. ഞാൻ ചിലപ്പോൾ 10 20 തവണ എണ്ണിയാലും ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിലും സമാധാനമായിരുന്നു ന്യായീകരിക്കാൻ പോവുകയും തിരുത്താൻ ശ്രമിക്കുന്നതിലും ചെയ്യുന്നതിലും നല്ലത് മിണ്ടാതെ പോയാൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഉത്തരം. മറ്റാർക്കെങ്കിലും അതിനെ കുറിച്ച് ആഡ് ചെയ്യാനൊന്നുണ്ടെങ്കിൽ പറയാം. ചോദ്യകർത്താവ് ഉൾപ്പെടെ പോയോ? ഹലോ, അല്ല, ഇവിടെ താങ്ക് ഉണ്ട്. യു സർ. ഡ്യൂട്ടിയിലായതുകൊണ്ടാണ്. എന്തോ? ഓക്കെ ഓക്കെ. ഡ്യൂട്ടിയിലായതുകൊണ്ടാണ് പ്രതികരിക്കാൻ കുറച്ച് ശരി ഡ്രൈവിലാണ്. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. കൃഷ്ണ ഒരാളിനെ ഞാൻ കാണുന്നു. OPPO6PH. നിങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് പറയൂ. പൊന്നൂസ്, റസിൻ, റെയ്ഹാൻ, സൂം യൂസർ, പല പേരുകളിൽ. നിങ്ങൾക്കൊക്കെ ഒന്നും പറയാനില്ലേ? ഞങ്ങൾ വന്നിരുന്നത് പോലെ ഇനി ഞങ്ങളെ കൊണ്ട് പറയിക്കുകയും കൂടാതാണ്. സർ, ക്ലാസ് കേൾക്കുന്നുണ്ട്, ഡ്യൂട്ടിയിലാണ്, അതാണ് സംസാരിക്കാൻ പറ്റാത്ത. ക്ലാസ് ഓക്കെ. കേൾക്കുന്നുണ്ട്, നല്ല നോ രസമായിട്ട് തന്നെ പ്രോബ്ലം. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു. നമ്മുടെ മഴക്കെടുതികളിൽ എങ്ങനെ നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ദേശത്ത് സമാധാനം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇല്ലാത്ത പ്രളയമാണ് പലയിടങ്ങളിലും. ഒരുപാട് ആളുകൾക്ക് ആകസ്മികമായ ഷോക്ക് സംഭവിച്ചിരിക്കുന്ന വാർത്തകളാണ്. അല്ല, നിങ്ങൾ അതിന്റെ ആ പ്രകൃതിക്ഷോഭങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അറ്റൻഡ് ചെയ്ത് ഈ ചെറിയ അക്കാഡമിയോട് കൂടി ചേർന്ന് നിന്ന് എന്നെയും ഉൾപ്പെടുത്തി സഹകരിച്ചു തന്നതിന് താങ്ക് യു. വീണ്ടും നീ എന്താ ഷജിയിലേക്ക് പറയാൻ? താങ്ക് യു സർ. മൈൻഡ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ബോബി സർ. ഇപ്പൊ നമ്മള് സാധാരണ ഞാൻ അധികം വായിക്കുന്ന ഒരാളല്ല, പക്ഷെ കോട്സ് വായിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് സാറ് കൊണ്ടുവന്നിട്ടുള്ള ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ 2 3 വരികളിലായിരിക്കില്ലേ നല്ല കോട്സ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിന്തിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഷെയർ ചെയ്ത കോട്സുകളൊക്കെ അത് തന്നെ നമ്മൾ എടുത്താൽ തന്നെ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണുന്നുണ്ട് അല്ലേ. അതിലെടുത്തു പറയാൻ പറ്റുന്നതാണ് തീർച്ചയായും ആ ഒരു പൂച്ചക്കുട്ടി താഴെ ഇരിക്കുന്നതും പുറത്ത് ആ ഒരു പാസ്റ്റിന്റെ ആ ഒരു ബാണ്ടക്കെട്ട് നമ്മൾ പേറി നടക്കുന്നതും എല്ലാവരും ചെയ്യുന്നൊരു അതെ, അതെ. കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിലെല്ലാവരും അതെ. പ്രതികരിക്കാൻ വെയിറ്റ് ആയതല്ല വെച്ചാൽ അത്യാവശ്യം ഇന്ററാക്ട് ചെയ്യുന്നവരാണ് എല്ലാവരും. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും ചിന്തകളിലേക്ക് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഓരോന്ന് പറയുമ്പോഴും. ചിലപ്പോ സാറ് അത് അങ്ങനെയാണോ അല്ലെങ്കിൽ അതാണോ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അല്ലാണ്ട് അത്യാവശ്യം കണ്ടിട്ടുണ്ട്, ഒരു ഇന്ററാക്ഷൻ ഇവരിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആ കോഡ്സ് വെച്ച് തന്നെ നിങ്ങളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ആ ഒരു ഇതുമായിട്ട് അത് മിറാലെക്സിന്റെ ഇത് നിങ്ങൾ രാവിലെ കാണാറുണ്ടായിരിക്കും അല്ലെ. ഇതുപോലെ എന്തെങ്കിലും 2 വാക്കുകൾ ഒരു പോസ്റ്റർ പോലെ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഉള്ളില് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ വിലയിരുത്താനും അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്യാനും പറ്റുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. സാറ് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരാളെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. എനിക്കിപ്പം ഷജീലയും ഹൈസവും തന്നെ ഏകദേശം ഒന്ന് ഇന്ററാക്ട് ചെയ്തപ്പോ തന്നെ അല്ലെ ഞാൻ വിചാരിച്ച എന്തുവാന്നറിയാമോ, ഒരു പക്ഷേ ഇനി അവതരണം ഡ്രൈ ആയി പോയത് കൊണ്ട് എല്ലാവരും ഷോക്കായിരിക്കുവാണോ, അയ്യോ 1 മണിക്കൂർ എങ്ങനെ സഹിച്ചിരിക്കുമെന്ന്, അങ്ങനെ ഒരു ചിന്താക്കുഴപ്പത്തിലോട്ട് ഞാനും പോയി. അപ്പം ഷജീല ഇത്രയും പ്രതികരിച്ചപ്പോ അറ്റ്ലീസ്റ്റ് ഒരാള് എന്നെക്കാട്ടിലും ഇങ്ങനെയുള്ള ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയും കേൾക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന 2 പേരിൽ നിന്ന് തന്നെ എനിക്കിപ്പോ മറ്റു പാർട്ടിസിപ്പൻസ് അവരുടെ സാഹചര്യം ഒരാൾ വിശദീകരിച്ച ജോലിയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളിലും ആയിരിക്കും ഇരിക്കുന്നത്.
പിന്നീടാണേലും ഷജീലയോട് അവർ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ പിന്നീട് ഗ്രൂപ്പിൽ വേണേലും വോയിസ് ആയിട്ട് ഇടുകയും ചെയ്യാമല്ലോ. ഹായ് ബോബി സർ. ഹായ്. സാറിന്റെ തെറ്റിദ്ധാരണയായിരുന്നു ബോറടിച്ചോന്നൊക്കെ. 1 മണിക്കൂർ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. അതുപോലെ തന്നെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സെഷൻ എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ റെക്കോർഡ് കേട്ട് കഴിഞ്ഞ ശേഷം എല്ലാവരും പ്രതികരിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. കാരണം എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് സാറ് മനസ്സിലായോ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ സഡനായിട്ട് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ചാൻസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സൈലന്റ് ആയിട്ടിരുന്നത്. അപ്പം അതിൽ കൊണ്ടുവന്ന ഒരു പിക്ചർ, കുറെ പിക്ചർ സാറ് കൊണ്ടുവന്നു. അതന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നി അല്ലേ? ആ പിക്ചർ കോപ്പി ഇല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പായിട്ടുള്ള പിക്ചറായിരുന്നു സാറ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോഡ്സ്, ആ ഒരു ചെളിയിൽ കിടന്ന് വളരുന്ന ചെടി, അതുപോലെ അതൊക്കെ ശരിക്കും ഒരു കണക്റ്റ് ആവുന്ന കാര്യമായിരുന്നു ഓരോരുത്തരുടെ സെൽഫുമായിട്ടുള്ള. കാരണം നമ്മൾ ചുറ്റുവട്ടത്ത് നിന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും, അത് നമ്മൾ ചെവി കൊടുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നായിപ്പോവും. അതിനെ നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ പിന്നെ ആ ഒരു നെഗറ്റീവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സെൽഫ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് തിരക്കുകൾക്കിടയിൽ സാറ് നമുക്ക് വേണ്ടിയിട്ട് സെഷന് എടുത്തു തന്നു. അതുപോലെ അത്രയും മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഒരുപാട് താങ്ക്സ് സാർ. അതുപോലെ തന്നെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഒഴുകി വരുന്നത്, കുറെ പാറക്കല്ലുകള് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയില് ആ കല്ലുകള് അല്ലെങ്കിൽ ഭയങ്കര ശക്തിയുള്ള കല്ലുകളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വെള്ളം അവിടെ ഒഴുകാതിരിക്കുന്നില്ല. അതിനതിൻ്റെതായ പവർ കൊണ്ട് അതിന്റെ വഴി അതുണ്ടാക്കി അത് പോകുന്നത്. ഇതൊക്കെ നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്താൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റിൽ എന്താണെന്ന് നോക്കിയിട്ട് ഇങ്ങനെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഓരോന്നും എടുത്തു പറയുമ്പോ അങ്ങനെ സാറ് തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിലൂടെ തന്നെ നമ്മളെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് നമ്മൾക്ക് അതിനുള്ള ഉത്തരവും അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതും കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാരും അത് ഒന്ന് ജസ്റ്റ് സാറ് ഗ്രൂപ്പിൽ അതൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും, ആ ഒരു പിക്ചേഴ്സ്. തീർച്ചയായിട്ടും ഇടാം. അത് എൻ്റെ തന്നെ മനസ്സിന് ആശ്വാസം, ഗൈഡൻസ്, സ്ട്രക്ചേർഡ് ഗ്രോത്തിനുള്ള സ്റ്റെപ്സ് ആയിട്ടൊക്കെ എനിക്ക് കിട്ടിയത്. എവിടെങ്കിലും ആർക്കെങ്കിലും പ്രയോജനപ്പെടുമോ എന്ന് വിചാരിച്ച് ഞാൻ സേവ് ചെയ്ത് ഇട്ടതേ ഉള്ളായിരുന്നു. 1 മാസമേ ആയുള്ളൂ. അപ്പൊ ഇങ്ങനൊന്ന് ഇത് വന്നു കഴിഞ്ഞപ്പം ഐസം പലതവണ ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോഴൊന്നും ഇത്രയും പോലും ഇമോഷണലി പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഏതായാലും ടോപ്പിക്കല്ല, സ്വസ്ഥതയായിട്ടുള്ളൊരു സിറ്റുവേഷൻ കിട്ടിയിരുന്നില്ല. ഇത് തന്നെ ഷെയർ ചെയ്തും ഇത്രത്തോളം അത് വർക്കൗട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇതിപ്പോ ഞാൻ മുമ്പേ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ഒരു പൂ ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരുടെ വസന്തം തന്നു എന്ന് പറയുന്ന പോലുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഇപ്പൊ കിട്ടിയത്. ഒരു സന്തോഷം. ആ ടോപ്പിക്സ് ഞാൻ ഷെയർ ചെയ്ത് മീൻസ് ആ സ്ക്രീൻസ് ഞാൻ ഷെയർ ചെയ്തിടും. അതുപോലെ സാറ് പറഞ്ഞിരുന്നല്ലോ ദേഷ്യം വന്ന 10 മുതൽ എണ്ണാന്നൊക്കെ. അത് പലപ്പോഴും പലർക്കും പറ്റാത്തൊരു കാര്യം തന്നെയാണല്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈസിയാണ്. എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരിക്കലും ഒരു വ്യക്തിയോട് ദേഷ്യപ്പെടാനുള്ള ഒരു വലിയൊരു ഇൻസിഡന്റ് എന്റെ മുന്നിൽ ഇങ്ങനെ മല പോലെ വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്കും, എടാ ക്ലാസ്സിനകത്ത് പഠിച്ചത് ഇപ്പൊ പൊട്ടിത്തെറിച്ചാൽ വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് പിടികിട്ടി. ഏതാ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിയുന്നത് തന്നെ നമ്മുടെ വിജയത്തിന്റെ ആദ്യ പടിയാണ്. ഇനി നമ്മൾ എന്തോ ധാരണ ചെയ്യുന്നേ, ആ നിമിഷം തന്നെ പൊട്ടിത്തെറിക്കും. അപ്പൊ ആ പൊട്ടിത്തെറി വരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതേ ശരിയല്ല. പൊട്ടിത്തെറിക്കേണ്ട, സെക്കൻഡ് വേയിൽ ഒന്ന് ശാന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതിൽ ക്ലാസ്സിൽ കേട്ടതല്ലേ,
തിരിച്ചെണ്ണി നോക്കാം, 10, 9, 8 എന്ന് പറഞ്ഞ് സ്വയം എണ്ണാൻ തുടങ്ങി. ഞാൻ 0 വരെ എണ്ണി. അപ്പോഴും എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കും. ദേഷ്യമല്ല, ആ വ്യക്തി ഇത്രത്തോളം അപമാനിച്ചു എന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ എണ്ണി. കുറേ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് കൂടെ സമയം ഞാൻ ശാന്തമായിട്ടിരുന്നു. ഇത് എങ്ങനെയാവുന്ന കാര്യം അറിയിക്കണമെന്ന് എനിക്കുള്ളായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ ദേഷ്യപ്പെട്ടു, 15 മിനിറ്റ് കാത്തിരുന്നിട്ട്. അപ്പൊ തിരിച്ചറിഞ്ഞു, അയ്യോ അത് പിന്നെ പറയേണ്ടിയിരുന്നു, അത്രയും ശക്തിയായിട്ട് പറയേണ്ടിയിരുന്നു. ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞ് നെക്സ്റ്റ് ടൈം അതിലും സൂപ്പർ 2-3 ഇറിറ്റേഷൻസും വലിയ പ്രശ്നങ്ങളും ഒക്കെ ആ വ്യക്തിയിൽ നിന്ന് പിന്നീട് ഉണ്ടായി, അല്ലെ വേറെ ചില വ്യക്തികളിൽ നിന്നുണ്ടായി. ദൈവം സഹായിച്ചു. നമ്മൾ അങ്ങനെ പറയത്തില്ലേ, അക്ഷരം മിണ്ടാതെ പിന്നീട് ഫേസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ നമുക്ക് ഈ തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഒന്ന് വീണെന്ന് എഴുതി അവിടെ കിടക്കരുത്. എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇനി ഇങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ട്, അങ്ങനെ ചെയ്യരുത്. എനിക്ക് പറ്റും. ഒരിക്കൽ വീണു, കൊച്ചു കുഞ്ഞുങ്ങളെ പോലല്ല, എഴുന്നേക്കുക, നടക്കുക. പിന്നെ വീണെന്നിരിക്കാം, പക്ഷെ തിരിച്ചറിയുക, എഴുന്നേക്കുക, നടക്കുക. അങ്ങനെ പലതവണയാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്വയം വേറൊരു വ്യക്തിത്വത്തിന്റെ ഷിഫ്റ്റിലേക്ക് വരും. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിന്റെ ആ ഇമോഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് അഡ്വർടൈസ്മെന്റിന്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഇമോഷണൽ ഷിഫ്റ്റ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ മിറലക്സ് ഇതിന്റെ ആ ചാർട്ടിനകത്ത് ഒരു ഇതുണ്ട്, ഇമോഷണൽ ഷിഫ്റ്റ്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞു. ആദ്യം നമ്മൾ ആ വിഷയം, അതും ലാസ്റ്റിലത്തെ, എനിക്കിപ്പോ ആ ഫോട്ടോ എന്റെ കയ്യിൽ നിന്ന് പോയി, അതിനകത്ത് കറക്റ്റ് ആയിട്ടുണ്ട് ഇമോഷണൽ ഷിഫ്റ്റ് എന്ന് പറയും. ഷിഫ്റ്റിംഗ് ഇങ്ങനെ നടക്കുന്ന പല പ്രാക്ടീസിലൂടെ. താങ്ക് യു ബോബി സാർ. എന്തായാലും വിലപ്പെട്ട ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് മിറാലക്സ് അക്കാദമിയുടെ പേരിൽ നന്ദി പറയാണ്. മിറാലക്സിന്റെ ഇത് കണ്ടോ, ഈ പിക്ചർ എന്റെ അല്ല, ഇത് ഈ താഴെയുള്ള അതിനകത്ത് ഇമോഷണൽ ഷിഫ്റ്റും ലാസ്റ്റിലുള്ളത് ഇന്നർ പീസ് ആൻഡ് ഗ്രോത്ത്, അതാണ് സെലക്ട് ചെയ്യുന്നത്. എന്റെ ഇന്നർ പീസിനാണ് ഇമ്പോർട്ടൻസ്. അങ്ങനെ വരുമ്പോൾ സ്ട്രെസ് കുറയും, പതുക്കെ റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും ബെറ്റർ ആവുകയും ചെയ്യും. ആദ്യത്തെ 2 സൂക്ഷിച്ചാൽ മതി, ആദ്യം വീണാലും വിജയിക്കും. സാറേ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പോ ക്ലാസ് എടുത്തു തന്നതിൽ ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷെ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സമയം എടുക്കുകയുണ്ടാവും തീർച്ചയായിട്ടും. ഈ പോയിന്റുകളൊക്കെ, ഈ കോഴ്സുകളൊക്കെ ഓരോരുത്തരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അല്ലെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷെ അതൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് സൂട്ടാവുന്ന രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ ചിന്തകൾ കൊണ്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് ഉപകാരപ്പെടുക. പലപ്പോഴും അത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് പലർക്കും അറിയാൻ കഴിയില്ല. പ്രശ്നങ്ങൾ ഒരു സ്ഥലത്തൂടെ നടക്കുന്നുണ്ടാവും, അതിന്റെ ഉത്തരങ്ങൾ മറ്റൊരു സ്ഥലത്തൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യനും ആൻസറും നമ്മളെ കയ്യിൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു പരീക്ഷണത്തിൽ വിജയിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും അവരെ പ്രശ്നത്തിനുള്ള പരിഹാരം അവരെ കൂടെ തന്നെ, അല്ല അവരെ മുമ്പിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ക്ലാസ് ആണെങ്കിൽ പോലും ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവരെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന്റെ ഒരു വാക്ക് ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ആ വ്യക്തി ഈ ക്ലാസ്സിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ടാവുക. അല്ലെ നമ്മൾ ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു ഭാഗം, അല്ലെ ഒരു ചെറിയൊരു വാക്കായിരിക്കും. ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തളർത്താനും ഉയർത്താനും കഴിയുന്ന, നേരത്തെ ബോബി സാറ് പറഞ്ഞ പോലെ ആ ഒരു വാക്കിലൂടെ നമ്മൾ ചിന്തിച്ച് പോകുമ്പോഴാണ് നമുക്ക് അതിന് ഉത്തരം കിട്ടുക. നമുക്ക് ഒരുപാട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ പല വഴിയിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിവ് മാത്രമായിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചു. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞു, അത് കഴിഞ്ഞു, അതോടുകൂടെ നമ്മൾ അത് മനസ്സിന്ന് പൂർണ്ണമായിട്ടും വിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫുമായിട്ട് എവിടെയും നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. അതിന് മുന്നോട്ട് നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യം പ്രാക്ടീസ് ചെയ്യണോ എന്ന് ഒരു പുനർവിചിന്തനം നടത്തുമ്പോൾ മാത്രമേ നമുക്കത് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ. അങ്ങനെ ഒരു ക്ലാസ് നമുക്ക് തന്ന ബോബി സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഇതേപോലുള്ള ക്ലാസ്സുകളായിട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.
സാർ ഇനിയും ഇതുപോലുള്ള നല്ല വാല്യുബിൾ ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വരുന്ന പ്രതീക്ഷിക്കുകയാണ്. Okay. അപ്പൊ നമുക്ക് Okay. വൈൻഡപ്പ് ചെയ്താലോ? Yes, yes. Thank you. Thank you. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. കുറച്ച് പേര് കമന്റില് ഇട്ടിട്ടുണ്ടായിരുന്നു ഫീഡ്ബാക്ക് അവരുടെ. ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. നാട്ടില് നല്ല മഴ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും റെക്കോർഡ് ക്ലിയർ ആവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡ് കേൾക്കുക. പിന്നെ നിങ്ങളെ ലൈഫായിട്ട് കണക്ട് ചെയ്യുക. നമുക്കുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.